ഇന്ന് മലയാളികളുടെ വളരെ ഇഷ്ടപ്പെട്ട വിഭവമായിട്ടുള്ള പഴംപൊരിയായിട്ടാണ് വന്നിരിക്കുന്നത്. 1-2 കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. സാധാരണത്തെക്കാട്ടിലും പ്രത്യേകമായിട്ടുള്ള സ്വാദുണ്ട് നമ്മുടെ ഈ ഒരു പഴംപൊരിക്ക്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. പഴംപൊരിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പഴുത്ത പഴം എടുക്കാൻ പാടില്ല, നല്ല സ്റ്റിഫായിട്ടുള്ള പഴം എടുക്കാൻ പാടില്ല, ഇടത്തരമായിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു പഴം ഞാൻ 3 നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഇടിയപ്പപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് പൊട്ടുകടലയാണ്. പൊട്ടുകടല പൊടിച്ച് ഞാൻ എപ്പോഴും ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇതിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഇഡ്ഡലി ദോശ മാവാണ്. അധികം പുളിയില്ലാത്ത മാവ് എടുത്താൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര, നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആയിട്ട് ഇടാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ആദ്യം നല്ല ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരുവിധം കട്ടിയായിട്ട് തന്നെ മാവ് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം കേട്ടോ. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഉണ്ടാവാനായിട്ട്, ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ മാവ് ഞാൻ. അപ്പോൾ ഓരോ സ്ലൈസ് പഴം ഇതിനകത്തേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇടാൻ നല്ലൊരു സൗകര്യമാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട ഉടനെ മറിച്ചിടരുത്, കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതുപോലെ മറു സൈഡ് തിരിച്ചിടാം. 2 സൈഡും ഒരുപോലെ വെന്ത് ഫ്രൈ ആയി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം.